ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോഴും ബി.ജെ.പിയിൽ വിഭാഗീയതയും പാളയത്തിൽ പടയും തുടരുകയാണ്. ആലപ്പുഴയിൽ മത്സരിക്കുന്ന ശോഭാ സുരേന്ദ്രന്റെ വോട്ട് കുറയ്ക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഒരു വിഭാഗത്തിന്റെ പ്രവർത്തനം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കെ.എസ്. രാധാകൃഷ്ണൻ നേടിയ വോട്ടിലും കുറവേ ശോഭ നേടാവൂ എന്ന ഹിഡൻ അജണ്ട ഉണ്ടെന്നും ആരോപണമുണ്ട്. പോരാട്ടം കൊണ്ടും സ്ഥാനാർത്ഥി പട്ടിക കൊണ്ടും ഏറെ ശ്രദ്ധേയമായ മണ്ഡലമാണ് ആലപ്പുഴ. എൽ.ഡി.എഫിനായി സിറ്റിംഗ് എം.പി എ.എം. ആരിഫും യു.ഡി.എഫിനായി കേന്ദ്ര നേതാവ് കെ.സി. വേണുഗോപാലും പോരാട്ടത്തിനിറങ്ങിയപ്പോൾ ബി.ജെ.പി സ്ഥാനാർത്ഥിയായി എത്തിയത് ശോഭാ സുരേന്ദ്രൻ. പ്രചാരണ പരിപാടികൾ മുറ പോലെ നടക്കുന്നുണ്ടെന്ന് പുറമേ തോന്നുമെങ്കിലും ഉള്ളിൽ കാര്യങ്ങളത്ര ഗുണകരമല്ല ശോഭയ്ക്ക്. എന്നും സംസ്ഥാന അധ്യക്ഷന്റെ കണ്ണിലെ കരടായ നേതാവിന് പ്രചാരണഘട്ടത്തിലും പ്രതിസന്ധികളേറെയുണ്ട്. ബി.ജെ.പിയിലെ പ്രമുഖ സ്ഥാനാർത്ഥി ആലപ്പുഴയിൽ മത്സരിക്കുമ്പോൾ ജില്ലാ പ്രസിഡന്റിന്റെ പ്രവർത്തന ചുമതല ഘടകകക്ഷി മത്സരിക്കുന്ന മാവേലിക്കരയിലാണ്. ആലപ്പുഴയിൽ ചുമതല നൽകിയിരിക്കുന്നത് മണ്ഡലത്തിന് പുറത്തുള്ള പന്തളം പ്രതാപനും. ചുമതല ലഭിച്ചെങ്കിലും ആദ്യ കൺവെൻഷനിൽ പ്രതാപൻ പങ്കെടുത്തില്ല. പ്രചാരണം ഏകീകരിക്കാൻ ആളില്ല എന്നതും ശ്രദ്ധേയം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കെ.എസ്. രാധാകൃഷ്ണൻ നേടിയ വോട്ടിലും കുറവേ ശോഭ നേടാവൂ എന്ന് ചിലർക്ക് ഹിഡൻ അജണ്ടയുണ്ടെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ നടപടികൾ. തനിക്കെതിരെ നടക്കുന്ന ഗൂഢാലോചനയ്ക്കെതിരെ ദേശീയ നേതൃത്വത്തിനും ജില്ലാ നേതൃത്വത്തിനും ശോഭാ സുരേന്ദ്രൻ പരാതി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ബി.ജെ.പി സംഘടനാ ചുമതലയുള്ള സന്തോഷിന്റെ നേതൃത്വത്തിൽ ആലപ്പുഴയിൽ അടിയന്തര യോഗം ചേരുകയും ആലപ്പുഴയുടെ ചുമതലയിലേക്ക് ജില്ലാ പ്രസിഡന്റായിട്ടുള്ള ഗോപനെ നിർദ്ദേശിക്കുകയും ചെയ്തു. മാത്രമല്ല, കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ വോട്ട് പിടിക്കണമെന്ന് കർശന നിർദ്ദേശം നൽകി. കൈരളി ന്യൂസ്, ആലപ്പുഴ.